ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലൂപ്പസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ് നമുക്കിത് ഇന്ന് വ്യാഴാഴ്ച ആയിട്ട് നമ്മുടെ ഗെയിം മെയിൻ്റെനൻസ് ആയിട്ട് ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. കയറിപ്പന്നെ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കൊണാമി ഒരു കിടിലം ബാക്കാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതേ ഗൈസ് ഒരു കിടിലം ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വേൾഡ് ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കാണ്. അതായത് നമുക്ക് നേരെ കോൺട്രാക്റ്റിൽ പോവാം. കോൺട്രാക്റ്റിൽ പോകുമ്പോൾ ഇതൊക്കെ കിടക്കുന്നുണ്ടല്ലേ നമ്മുടെ വേൾഡ് ക്ലാസിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ വന്നിരിക്കുന്ന നമ്മുടെ ഒരു പെലെ, അതുപോലെ തന്നെ ജെറാഡ് മുള്ളർ, അതുപോലെ തന്നെ നമ്മുടെ ഗെയ് ഫ്രാൻസോ സോള പറഞ്ഞ ഒരു പ്ലെയർ ആണ്. അപ്പോൾ പെല നോക്കുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ സാൻഡോസിന്റെ ലെജൻഡ് ആണ്, ഗോട്ട് ഓഫ് ഫുട്ബോൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ജെറാഡ് മുള്ളർ ഉണ്ട്, നമ്മുടെ വേൾഡ് കപ്പ് ജർമ്മനിക്ക് വേണ്ടിയിട്ട് അടിച്ചു കൊടുത്തത്, അതും ബയന്റെ കിടിലൊരു ലെജൻഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സോള നമ്മുടെ ചെൽസിയുടെ ഒരു ലെജൻഡ് ആണ്, 96-97 കാലഘട്ടത്തിലൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ഇതിൽ പെല വന്നിരിക്കുന്നത് ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് മൂവ്മെന്റ് ഡ്രിബിൾ പറഞ്ഞ സ്കില്ലിലാണ്. ഇനിയിപ്പോ നമ്മളുടെ മുള്ളർ വന്നിരിക്കുന്നത് ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് വിൽപോർ പറഞ്ഞ സ്കില്ലിലാണ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ സോള വന്നിരിക്കുന്ന മൂവ്മെന്റ് ഡ്രിബിളിംഗ് പ്ലസ് ബ്ലിറ്റ്സ് കേള്. മൂന്ന് പേരും കിടലാണ്, ഒരു രക്ഷയില പറയാ. ഫസ്റ്റ് ടൈമിനെ കണ്ടപ്പോൾ ഇംപ്രസ് ആയി. കാരണം ഇതില് മുള്ളറും സോളയും വരും നമുക്ക് ഒരുവിധം കൺഫർമേഷൻ കിട്ടിയായിരുന്നു ഓൾറെഡി. പക്ഷെ ക്യാമിയോ റോളിൽ വന്ന് നമ്മളുടെ ചെക്കനായി പോയി, പെല വന്നു ക്യാമിയോ. മൂന്ന് പേരും കത്തുന്ന പ്രതീക്ഷനാണ് നമുക്ക് ഇപ്പോഴും. ഇതില് പെല നോക്കുകയാണെങ്കിൽ ആള് 23 വയസ്സുള്ള പെലയാണ്. 1963 കേട്ടോ. സാൻഡോസ് കാർഡാണ്, ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ് കേട്ടോ ഇതില്. പക്ഷെ ആൾക്ക് ഇതില് CF-ഉം അതുപോലെ തന്നെ SS ആണ് റോള് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പൊസിഷൻ ബൂസ്റ്റർ കൊടുത്തിട്ട് AMF-ലേക്കും ട്രെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ പ്രിഫർ ചെയ്യുക AMF കളിപ്പിക്കാനാണ്, കാരണം ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ്. അപ്പോൾ ഇതിന്റെ കിട്ടുന്ന സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യണതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും കിട്ടുന്ന സ്റ്റാറ്റ്സ് എന്തായാലും ഉണ്ടാവും. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയിട്ട് തന്നെ ഒരു AMF റോളിൽ നിങ്ങൾ ട്രെയിൻ ചെയ്താൽ മതി കേട്ടോ കിട്ടണവര്. അപ്പോൾ ഡബിൾ ടച്ച്, സോൾ കൺട്രോൾ, മൂവ്മെന്റ്, ഡ്രിബ്ലിംഗ്, ഹെഡിങ്, ലോങ് റേഞ്ച് കേർലർ, ഫസ്റ്റ് ടൈം ഷോട്ട്, ഫിനോൽ ഫിനിഷിംഗ്, ത്രൂ പാസിംഗ്, ഔട്ട്സൈഡ് കേർലർ, ഗെയിംമാൻഷിപ്പ്. അത്യാവശ്യം നല്ല സ്കിൽസും ഉണ്ട്. ഇതിലേക്ക് ഒരു മാർച്ച് റിട്ടേൺ കൊടുക്കുക, റേസിംഗ് ഷോട്ട് കൊടുക്കുക, വൺ ടച്ച് പാസ് കൊടുക്കുക, സെറ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും നിങ്ങൾ ഇത് ആരെങ്കിലും ഒക്കെ കറക്റ്റ് ജസ്റ്റ് താഴെ കമന്റ്. ഇനിയിപ്പോൾ മുള്ളറിന് നോക്കുകയാണെങ്കിൽ ആള് വന്നിരിക്കുന്നത് 28 വയസ്സായ മുള്ളറാണ്. ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ആള് 73-74 കാലഘട്ടത്തിലുള്ള ആണ്, നമ്മളൊന്നുമില്ല. അതുപോലെ തന്നെ പ്ലേ സ്റ്റൈൽസ് വന്നിരിക്കും മാസിങ്, 2 സ്പീഡും ബുള്ളറ്റ് കേട്ടോ. ഇനിയിപ്പോൾ ആളുടെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു 107-108 ഒക്കെ കിട്ടും. പെലയ്ക്ക് ഒരു 109-110 ഒക്കെ കിട്ടും ഓൾ റേറ്റിംഗ്. അത്യാവശ്യം കുഴപ്പമില്ല ആളുടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ. സ്കിൽസ് വന്നിരിക്കും ഹെഡിങ് ഉണ്ട്, ലോങ് റേഞ്ച് കെർലർ ഉണ്ട്, ഡിപ്പിംഗ് ഷോട്ട് ഉണ്ട്, ആക്രോബാറ്റിക് ഫിനിഷിംഗ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട്, ഫിനോൽ ഫിനിഷിംഗ് ഉണ്ട്, വിൽ പവർ ഉണ്ട്, ഔട്ട്സൈഡ് കെർലർ ഉണ്ട്, ഏരിയൽ സുപ്പീരിയറിറ്റി ഉണ്ട്, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ഡബിൾ ടച്ച് കൊടുക്കുക, അതുപോലെ തന്നെ കട്ട് ബിഹൈൻഡ് ടേൺ കൊടുക്കുക, പിന്നെ ഒരു റേസിംഗ് ഷോട്ട് എടുക്കുക, ലോങ് റേഞ്ച് ഷൂട്ടിങ് കൊടുക്കുക. സെറ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയും. ത്രൂ പാസിങ് കൊടുത്തോ, ടോപ്പായിരിക്കും. പിന്നെ സോള ബ്ലിറ്റ്സ് കേൾ കാർഡാണ്, ഇറ്റലിയുടെ ലെജൻഡാണ് കേട്ടോ, ഇറ്റലിയുടെ ചെൽസിയുടെ ഒക്കെ. ആള് 97-98 കാർഡാണ്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ് ആളും വന്നിരിക്കുന്നത്. കുഴപ്പമില്ല, SS ആണ് ക്രിയേറ്റീവ് പ്ലേ മേക്കർ. ഒരു AMF റോൾ അല്ലെങ്കിൽ വിങ് റോളിലൊക്കെ കളിപ്പിച്ചാൽ മതി, സെറ്റ് ആയിട്ട് കളിപ്പിക്കാൻ ചെയ്യും ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആൾക്ക് ഒരു ഓവറോൾ 106-107 ഒക്കെ ഇട്ടുണ്ടാവും. നല്ലൊരു ലെജൻഡ് കാർഡ് തന്നെ ആയിരിക്കും ആളുടെയും. ഡബിൾ ടച്ചിന്റെ ഫ്ലിപ്പ് ലാപ്പ് ഉണ്ട്, സോൾ കൺട്രോൾ ഉണ്ട്, മൂവ്മെന്റ് ഡ്രിബ്ലിംഗ് ഉണ്ട്, ലോങ് റേഞ്ച് കേളർ ഉണ്ട്, ബ്ലിറ്റ്സ് കേൾ ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, വൺ ടച്ച് പാസ് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്, ഗെയിംമാൻഷിപ്പ് ഉണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ആൾക്ക് ഒരു മാർച്ച് റിട്ടേൺ കൊടുക്കുക, പിന്നെ ഒരു റേസിംഗ് ഷോട്ട് കൊടുക്കുക, ലോ ലോഫ്റ്റഡ് പാസ് കൊടുക്കുക, പിൻ പോയിന്റ് ക്രോസിംഗ് കൊടുത്തോ. സെറ്റ് കാർഡാണ്. ഓക്കെ, മാസ് റിട്ടേൺ ഒക്കെ എന്തായാലും ബെസ്റ്റ് ആയിരിക്കും കൊടുത്തതിന്, കാരണം ഇങ്ങനെ കളിക്കുമ്പോൾ ടോപ്പ് ആയിരിക്കും സോള്. അപ്പോൾ 3 കാർഡും പൊളിയാണ്. നിങ്ങളിത് കറക്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യട്ടോ, കിട്ടില്ല കാർഡ്സ് ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് പ്ലെയർ ഓഫ് ദി വീക്ക്. അതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാൾമർ വന്നിട്ട് ഹാട്രിക് അടിച്ചിരുന്നു. ഇന്നലത്തെ ആള് ഓപ്പൺ സെറ്റർ മിസ് ചെയ്ത ആള്. അത് ഡെംബല വന്നിട്ട് ആളൊരു ഗോൾ പോച്ചർ കാർഡായിട്ട് വന്നിരിക്കും ഡെംബല. പിന്നെ വിക്ടർ ഗോയ്ക്കോറസ് വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബെർണാഡോ സിൽവ വന്നിട്ടുണ്ട്, പിന്നെ കെറേറസ് ഉണ്ട്, നൈസ് കാർഡാണ്. മാർട്ടിനസ് ഉണ്ട്, കിടിലൻ കാർഡാണ്. പിന്നെ ബെർണാഡ് വന്നിട്ട് വാൾസവാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കിയൊക്കെ ചെക്കൻ ടോപ്പായിരിക്കും. പിന്നെ എൻട്രിക്ക് വന്നിട്ട് ഇന്റർ മിലാന്റെ. പിന്നെ ആന്റണിയുടെ ഒരു ഗോൾഡാർന്ന് അത്ലറ്റിക് വന്നിട്ട് ആന്റണി വന്നിട്ട്, മാക്സിമിൻ വന്നിട്ടുണ്ട്, പിന്നെ ഒരു ഗോൾ കീപ്പർ മറ്റേ ഫ്രാൻഫോർട്ടിന്റെ ചങ്ങായി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്തൊരു പാക്കാണ്, അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആവറേജ് പാക്ക് തന്നെ പറയുന്നത്. എന്തായാലും ഇത് നിങ്ങൾ സ്പിന്നെ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വേറൊന്നും സ്പെഷ്യലായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടില്ല കൊണാമി. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഫ്രീ ആയിട്ടല്ല 50 രൂപ കൊടുത്തതിന് ഒരു ബാറ്റ് സ്റ്റൂട്ടനെ കിട്ടും. അതെങ്ങനെ എടുക്കാന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ അത് നമുക്ക് നേരെ ഗെയിമിൽ നിന്ന് എന്തായാലും കിട്ടില്ല, നേരെ വെബ്സൈറ്റിൽ പോകണം നമ്മുടെ ഈ ഫുട്ബോൾ. ഞാൻ എന്തായാലും ഇപ്പൊ കാണിച്ചു തരാം അത്.
അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ആദ്യം തന്നെ ഗൂഗിൾ എടുക്കുക. സോ ഗൂഗിൾ എടുത്തിട്ട് ജസ്റ്റ് ഈ ഫുട്ബോൾ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ ടോപ്പ് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട് സൈറ്റ് വരും ഫസ്റ്റ് ടൈം തന്നെ. സോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിരുന്നു ഈ ഫുട്ബോളിൻ്റെ. ഓക്കെ, എന്നിട്ട് അതിൽ ഗെറ്റ് മോർ ഈ ഫുട്ബോൾ കോയിൻസ് വെൻ യു മേക്ക് എ പെർച്ചേസ് ഉണ്ട്. ഓക്കെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ഇങ്ങനെ ഒരു വെബ്സൈറ്റാണ് ഓണായി വരിക, പേജ് ഓപ്പൺ ആയി വരും. സോ ഇതിൽ നിങ്ങളെ ഓപ്ഷൻസ് നോക്കിക്കോട്ടോ. ഇതിൽ ഇതാ ഇന്ത്യ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും ഇതിൽ. ഓക്കെ, ഭാരത് ഇന്ത്യ മൊബൈലിൽ നോക്കിയാൽ മൊബൈലിൽ ഉണ്ടാവും കേട്ടോ. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൊണാമിയായിട്ട് വെച്ച് സൈൻ ചെയ്യാൻ കിട്ടും. ഓക്കെ, ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫുട്ബോൾ കൊണാമി ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, 2 സ്റ്റെപ്പ് ഒക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ട്, ആൻഡ്രോയിഡ് ലിമിറ്റഡ്, സ്റ്റീം ലിമിറ്റഡ്, iOS ആൻഡ്രോയിഡ്, സ്റ്റീം iOS. സോ ഇതിൽ നിങ്ങൾ ലിമിറ്റഡ് iOS ആൻഡ്രോയിഡ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡയറക്റ്റ് ഇത് ഇങ്ങോട്ട് പോകും. അല്ലെങ്കിൽ പിന്നെ അടിക്ക് സ്ക്രോൾ ചെയ്താലും മതി. ഓക്കെ, ഇവിടെ അതാ ലിമിറ്റഡ് ആയിട്ടുണ്ടോ സ്റ്റാർട്ടർ സെറ്റ് ഗബ്രിയൽ ബാച്ച് സ്യൂട്ട് പറഞ്ഞിട്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ 50 രൂപ കൊടുത്ത് തന്നെ ഈ ബാച്ച് സ്യൂട്ട് തന്നെ എടുക്കാൻ പറ്റും. സോ ഇത് ജസ്റ്റ് ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് ഇവിടെ സെലക്ട് യുവർ പിക്ക് ഉണ്ട്, ബൈ നൗ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് UPI ID ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് അതിൽ ഓപ്ഷൻ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിൽ തന്നെ കോയിൻ ഓഫർ കിടക്കുന്നുണ്ട്. 110 കോയിൻ അല്ല 110 രൂപയ്ക്ക് 260 കോയിൻ കിട്ടും, 450 രൂപയ്ക്ക് 840 കോയിൻ കിട്ടും, അതുപോലെ തന്നെ 1300 രൂപയ്ക്ക് 2700. ഗെയിമിനായിട്ട് കുറവ് റേറ്റ് നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് കിട്ടണമായിരിക്കും. ഓക്കെ, ഇത്രയുള്ള സംഭവം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. സോ ബാച്ച് സ്റ്റൂട്ടനെ എടുക്കേണ്ടവർക്ക് എടുക്കാം. 50 രൂപയ്ക്ക് ഒരു എപ്പിക് ബാച്ച് സ്റ്റൂട്ട കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കുറേ പേര് മിസ്സാക്കി ബാച്ച് സ്റ്റൂട്ടനെ. നല്ല പെർഫോമൻസ് ആണ് ബാച്ച് സ്റ്റൂട്ട് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ഗെയിമിൽ. അപ്പോൾ ഈ ബാച്ച് സ്റ്റൂട്ടനെ എടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും എടുക്കുക. ഇതിന്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനടി പുറത്തു വരണമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയായിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ബാച്ച് സ്റ്റൂട്ടനെ എടുക്കുക നമ്മൾ. പിന്നെ നമുക്ക് ഗെയിമിൽ നോക്കുകയാണെങ്കിൽ ഗൈസ്, ഗെയിമിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. വേറെ എന്ത് നോക്കുകയാണെങ്കിൽ ഷോപ്പിൽ പിന്നെ വന്നിട്ടുണ്ട്. ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പ്ലേയേഴ്സിൽ കോടി ക്യാപ്പ് മുന്നേ വന്നിട്ടുണ്ട്. പിന്നെ ഈ സെറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് ഉർസബല വന്നിട്ടുണ്ട്. സോ ഉർസബല എനിക്ക് അറിയില്ല, നമ്മുടെ റിയൽ സോസറാൻഡ് സ്പെയിൻ്റെ ലെജൻഡ് അല്ല, ഇപ്പോൾ നിലവിൽ കളിക്കുന്ന പ്ലെയർ ആണ്. സോ ഉർസബല വന്നിരിക്കുന്നത് ഒരു CF കാർഡായിട്ടാണ്. ഡീപ്പ് ആൻഡ് ഫോർവേഡ് ആണ് കേട്ടോ. ആള് വിങ്ങിലും അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡ് എല്ലായിടത്തും കളിക്കും. സെറ്റ് കാർഡാണ് ആളുടെ. അപ്പോൾ 2026 കാർഡ് തന്നെയാണ്. പ്ലേ സ്റ്റൈൽസ് മാസിംഗ് റണ്ണ്, ഇൻവെസീവ് റണ്ണ്, ലോങ് റേഞ്ചർ, ഓവർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു 103 ഒക്കെ കിട്ടും, 102 ഒക്കെ കിട്ടും. പിന്നെ ആൾക്ക് 15000 ഈ ഫുട്ബോൾ പോയിന്റ് കൊടുക്കണം. ഓക്കെ, കിട്ടണമെങ്കിൽ. ഈക്വിറ്റി യൂസേജ് ഓൾമോസ്റ്റ് നെവറോ, ഈക്വിറ്റി ആക്യുറസി ഹൈ. ഓക്കെ, ഇൻട്രസ്റ്റൻസ് ഒക്കെ ലോയാണ് കേട്ടോ. സോ മാസ്റ്റർ ഉണ്ട്, കഡ്ബിയണ്ട് ഉണ്ട്, സോൾ കൺട്രോൾ, ആക്രോബാറ്റ്, ഫിനിഷിംഗ്, ഹീൽ ട്രിക്ക്, വൺ ടച്ച് പാസ്, ത്രൂ പാസിംഗ്, പിൻ പോയിന്റ് ക്രോസിംഗ്, വിഷണറി പാസ്, ക്യാപ്റ്റൻസി. വിഷണറി പാസ് എന്ന സ്കില്ലാണ് വന്നിരിക്കുന്നത്. ഇതിന് ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ലോങ് റേഞ്ച് കേളറും എടുക്കുക. അതുപോലെ തന്നെ റേസിംഗ് ഷോട്ട് കൊടുക്കുക, ഡബിൾ ടച്ച് കൊടുക്കുക, സെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കടഞ്ഞാണ്. സോ 10000 ഈ ഫുട്ബോൾ കോയിൻസ് അല്ലെ ഈ ഫുട്ബോൾ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് എടുക്കേണ്ട ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഇവന്റ് വന്നിട്ട് ഈ FIFA ചലഞ്ചർ സീരീസും ഉണ്ട്. ഇത് നമുക്ക് FIFA പോലെ തന്നെ ആയിരിക്കും. ഇതിൽ നിങ്ങൾ മാക്സിമം ഇന്ത്യ എടുക്കുക എല്ലാവരും. അപ്പോൾ ഇതിൽ നാഷണൽ സെലക്ട് ചെയ്യണ്ടാവും. അപ്പോൾ എല്ലാവരും ഇന്ത്യ എടുക്കുക കേട്ടോ. ഇത് ചാമ്പ്യൻഷിപ്പ് മറ്റേ ഡാനിയലൊക്കെ പോയില്ലേ. സോ അതുപോലെ കളിക്കാൻ പറ്റിയ ഇവന്റ് ആണ്. ഈ ഫുട്ബോൾ ചലഞ്ചർ സീരീസ് ആണ് ഇത് വന്നിരിക്കുന്നത്. FIFA തന്നെ ആയിരിക്കും. വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്നതായിരിക്കും. എന്തായാലും ഇതിന്റെ റൗണ്ടിന് വേൾഡ് കപ്പിന് നേരത്തൊക്കെ നടക്കുന്നുണ്ടാവും. ഇതിന്റെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇൻഫോർമേഷൻ ഞാൻ നോക്കിയിട്ട് എന്തായാലും ഇടാട്ടോ. അപ്പോൾ എന്തായാലും ഇത് ആരും സ്കിപ്പ് ചെയ്യേണ്ട, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് മെയിൻ ആവാള്. അപ്പോൾ എല്ലാവരും എടുത്ത് കളിക്കാൻ നോക്കുക. പിന്നെ ഇവന്റ്സും കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ വേറൊന്നും അങ്ങനെ സാധി ഇവന്റ്സ് തന്നെ. പ്ലെയർ വേഴ്സസ് പ്ലെയറിൽ ഇതാ കോയിൻ ഇവന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, 50 കോയിൻ്റെ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ഇതാ പ്ലെയർ ഓഫ് ദി ഇറക്കി എടുക്കാം. പിന്നെ ഇത് 4 സ്റ്റാറിൻ്റെ ആണ്. ഓക്കെ, അത് തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല ഗെയിമിൽ പ്രത്യേകിച്ചൊന്നും. പിന്നെ നമുക്ക് തിങ്കളാഴ്ച ചെയ്ത് പാക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൗദി ലീഗിന്റെ ഒരു പാക്കാണ്. സോ അതിൽ നമ്മളുടെ സൗദിയിലത്തെ പ്ലേയേഴ്സ് ഒക്കെയാണ്. ഓക്കെ, മാർട്ടിനസ്, അൽ നസറത്തെ. സോ ചെങ്ങായി വരുന്നുണ്ട് സെൻട്രൽ ബാക്ക്. പിന്നെ ഫെർമീനോ, മെർസോ, അങ്ങനെ കുറച്ച് ടീമാണ്. ഞാൻ എന്തായാലും എൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.